ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലെവൽസ് ഒക്കെ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ 23,628 എന്നുള്ള റേഞ്ച് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അതല്ല 23,774 ആദ്യം പോയിട്ട് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. അപ്പോൾ നിഫ്റ്റി അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ തൊട്ടടുത്താണ്. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് 51,625 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക്, അല്ലെങ്കിൽ 51,526 ഇതിലേതെങ്കിലും ആണ് ആദ്യം എടുക്കുന്നതെങ്കിൽ താഴേക്ക് മുകളിലേക്ക് നോക്കാം. അതല്ല 51,979 അതായത് 52,000 റേഞ്ചിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ താഴേക്ക് ട്രേഡ് നോക്കാം. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:46 ആയിട്ടുണ്ട്. നമ്മൾ നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത ഏരിയയിൽ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം. പക്ഷേ അതിൽ വേറെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു എൻട്രി വരുമ്പോൾ മിക്കവാറും ഒരു 23,774 എന്നുള്ള റേഞ്ചിൽ ഒരു ലിക്വിഡിറ്റി ആവും. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ അപ്സൈഡിലേക്ക് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ട്രേഡ് എടുക്കാതിരിക്കും. കാരണം ഒരു 1:5 ഒന്നും ഏതായാലും ടാർഗറ്റ് വരാൻ ചാൻസ് ഇല്ല. അതിപ്പോൾ ടാർഗറ്റിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡേലോ ടാർഗറ്റ് വെച്ചെന്നുള്ളൂ, പക്ഷേ പ്രോപ്പറായിട്ടൊരു ലിക്വിഡിറ്റി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുമല്ല ബാങ്ക് നിഫ്റ്റി കറക്റ്റായിട്ട് 52,000 താഴെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പം ബ്രേക്ക് ചെയ്യുമെന്ന് അറിയില്ല. ചിലപ്പോൾ അത് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ എൻട്രി ഒക്കെ ആയിരിക്കും, അറിയില്ല. ഏതായാലും നോക്കാം, നമുക്കൊരു ചെറിയ ട്രേഡ് നോക്കാം. നമുക്കൊരു കൗണ്ടർ ട്രേഡ് പോലെ. അത് പിന്നെ നമുക്ക് ഒരു ലിക്വിഡിറ്റി എന്താ പറയുക, ഇന്നത്തെ എൻട്രി വരികയാണെങ്കിൽ താഴെ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഇന്നിപ്പോൾ പുതിയൊരു 23,774 റേഞ്ചിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയൊക്കെ വരെ ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ട്രേഡ് മീൻസ് 1:5 ഏതായാലും ഇതിൽ കിട്ടൂല. ഏതായാലും നമുക്കൊരു എൻട്രി എടുക്കാം, ഒരു കൗണ്ടർ ട്രേഡ് നോക്കാം. അത് ടാപ്പ് ചെയ്തിട്ട് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം. 1:2 3 എത്ര കിട്ടണമെന്ന് വെച്ചാൽ അത് ബുക്ക് ചെയ്തിട്ട് അപ്സൈഡിലേക്കും ട്രേഡ് നോക്കാം. മാർക്കറ്റ് ശരിക്കും ഒരു ടാർഗറ്റ് ലെവൽ തന്നിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞ ഈ ലിക്വിഡിറ്റി ആണല്ലോ, അതുവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഒരു ലിക്വിഡിറ്റി അതൊന്നും മിക്കവാറും വരുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ട്രേഡ് വേണമെങ്കിൽ എടുക്കാതിരിക്കാമായിരുന്നു, കാരണം ഒരു പ്രോപ്പർ ടാർഗറ്റ് ഇല്ല എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഏതായാലും എടുത്തുപോയി. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഈ സെൽ അടിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു അറ്റംപ്റ്റ് കൂടി, അതുപോലെ ബാങ്ക് നിഫ്റ്റി 52,000 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അറ്റംപ്റ്റ് കൂടി താഴേക്ക് ഞാൻ ട്രൈ ചെയ്യും. അത് തന്നെ പ്രീവിയസ് ഡേയുടെ മാർക്കിംഗ് അനുസരിച്ചിട്ട് തന്നെ. സാധാരണ നമ്മൾ ഒരു സെൽ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ പ്രൈസ് ആക്ഷൻ എന്താണോ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. ഓക്കെ, ഏതായാലും താഴേക്ക് വരുന്നുണ്ട്. ഇനി നേരെ പോയിട്ട് 23,774 ടാപ്പ് ചെയ്യണം, നമുക്ക് ബുക്ക് ചെയ്യാം. പെട്ടെന്ന് ഇറങ്ങിയിട്ട് മുകളിലേക്കും ഓപ്പർച്യൂണിറ്റി നോക്കാം. കാരണം പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി 52,000 റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ താഴെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിലേക്ക് പോകാനൊരു പ്രോബബിലിറ്റി ഉണ്ട്. ചെറിയ പ്രോഫിറ്റൊക്കെ വരുന്നുണ്ട്. 1,000 രൂപേൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ട്രേഡ് SLO ടാർഗറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അത് കണ്ടിട്ടൊരു സുഖം കിട്ടില്ലല്ലോ. മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ മീൻസ് റിസ്ക് ആണത്. പോണതാ, നമ്മൾ SL അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡിൽ SL പോയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ ടാർഗറ്റ് ഒന്നും ഇല്ലായിരുന്നു. കുഴപ്പമില്ല, എന്നാലും ഏതായാലും ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ട്രേഡ് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഡൗൺ സൈഡ് തന്നെയാണ് നോക്കുന്നത്. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഗ്രീൻ ആയിട്ട് ക്യാൻഡിലാണ്. അപ്പോൾ ഒരു ചെറിയൊരു താഴേക്ക് വരാനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി 52,000 റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലൊക്കെ ഒരു ട്രേഡ്, അതായത് 23,774 ഒരു ടാർഗറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ആ ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടി താഴേക്ക് തന്നെ നോക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 10:32 ആയിട്ട് നമുക്ക് ഒരു അപ്സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം. അത് ഇന്ന് ഒരു ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമ്മൾ ഡൗൺ സൈഡിലേക്ക് നോക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിന്നതാണ്. പക്ഷേ മാർക്കറ്റിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് 5 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു അപ്സൈഡ് ട്രേഡിനാണ് ഇപ്പോൾ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഏതായാലും നോക്കാം. നമുക്ക് ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട്, നേരത്തെ അടുത്ത പോലെയല്ല, ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. നോക്കാം. നമുക്ക് എൻട്രി വന്നിട്ടില്ല. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ 52,000 ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് താഴേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ താഴേക്കും പോസിബിലിറ്റി രണ്ടും ഉണ്ട്. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുമെന്നറിയില്ല. പക്ഷേ ഓവറോൾ ഒരു ബുള്ളിഷ് ആയതുകൊണ്ട് ഇനി പോവോ, നമ്മളിതിപ്പോൾ താഴേക്ക് വരും. മാർക്കറ്റ് കണ്ടിന്യൂസ് ഗ്രീനാണെന്ന് വിചാരിച്ചിട്ട്
ഇന്ന് റെഡ് വരുന്നു എന്ന് വിചാരിച്ച് ഡൗൺ എടുക്കുമ്പോഴൊക്കെ ഗ്രീന് വന്ന് പോകും. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ നോക്കാം. ചിലപ്പോൾ ഇന്ന് ഗ്രീൻ തന്നെയാണെങ്കിലോ പറയാൻ പറ്റില്ല. എല്ലാവരും റെഡ് എന്ന് പ്രതീക്ഷിക്കുക, അപ്പോൾ ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും. ഏതായാലും നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം, വെയിറ്റ് ചെയ്യാം. വളരെ സ്പോട്ട് പ്രൈസ് നോക്കിയാൽ മതി. എൻട്രി ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. നിഫ്റ്റിൻ്റെ വാല്യൂസ് അവിടെ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ. അത് നോക്കിയിട്ട് നമുക്ക് വരികയാണെങ്കിൽ എൻട്രി എടുക്കാം. വന്നിട്ടില്ല. വെയിറ്റിംഗ്. ഇതുവരെ നമ്മുടെ ഏരിയയിലേക്ക് എത്തിയിട്ടില്ല. പ്രീമിയം ഇപ്പോൾ ഓൾമോസ്റ്റ് 143 റേഞ്ചിലാണുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴേക്ക് വരുന്നുണ്ട്. ഏതാ അറിയില്ല അവിടെ വിജയിക്കാം. ഡൗൺ പോവോ അപ്പ് പോവോ. ഏതായാലും നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രകാരം നിഫ്റ്റിയിലോ ട്രേഡ് എടുക്കാം. നമുക്ക് അപ്പ് സൈഡിലേക്ക് ബൈ ചെയ്യാം. ഓക്കെ, ബൈ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രീമിയം കിട്ടിയത് 138 138. ഓഹ്, മാർക്കറ്റ് നല്ല ഫാളാണല്ലോ. ഏതായാലും ഇന്ന് സെക്കൻഡ് ട്രേഡ് മിക്കവാറും ആൻസർ അടിച്ചിട്ടുണ്ട്. 2 ട്രേഡ് 1 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 10:30 ആയപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും ഇന്നത്തെ കഴിഞ്ഞു. 2 SL. അതുകൊണ്ട് ഇനി നമുക്ക് ഇന്ന് എന്താണ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കി വാച്ച് ചെയ്ത് വായിൽ വെള്ളം ഇറക്കിയിരിക്കുക, അതേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് SL വരുന്നുണ്ട് അല്ലേ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ടാർഗറ്റ് 2, ഞാൻ പറഞ്ഞ പോലെ 10 ട്രേഡ് ചെയ്യുമ്പോൾ ഒരു 2 എണ്ണം ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പ്രോഫിറ്റബിൾ ആവും. പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക. ഓവർ ട്രേഡ് ചെയ്ത് കൊള്ളാകാതിരിക്കുക. നല്ല അവസരങ്ങൾ വരും, ആ സമയത്ത് ട്രേഡ് എടുക്കുക. ഇന്നത്തെ ടോട്ടൽ ഓർഡേഴ്സൊക്കെ ഇവിടെ കാണാം. 2 ട്രേഡ് 2 SL. ടൈം നോക്കും, 1 മിനിറ്റ് കൊണ്ട് 2. പരിപാടികൾ വളരെ ഫാസ്റ്റായിട്ട് കഴിഞ്ഞിട്ട്. എൻട്രിക്ക് വേണ്ടിയിട്ടാണ് മണിക്കൂറുകൾ കാത്തുക്കണം. എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടിയാണ്. ഏതായാലും നോക്കാം. നമ്മളെ SL അടിച്ചിട്ട് അതാ വരുന്നുണ്ട് തോന്നുന്നു, അറിയില്ല. ഇനി ബാങ്ക് താഴേക്ക് വരുമോ എന്ന് അറിയില്ല. ബാങ്ക് ഞാൻ പറഞ്ഞ പോലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടൊക്കെ, ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല പുള്ളിഷിലൊരു ഫ്ലാഗ് ആൻഡ് പോളൊക്കെ ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ താഴേക്കും വരാനും പോസിബിലിറ്റി, 2 പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അത് നമ്മുടെ അവസരം ഇന്നത്തെ കഴിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ഇനി ട്രേഡ് ചെയ്യുന്നില്ല. ഏതായാലും നാളത്തെ അവസരം നോക്കാം. താങ്ക് യു, ബൈ.